രാജ്യന്ദ്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റിനെ വീണ്ടും വരവേൽക്കാൻ ഭാരതം. ഡൊണാൾഡ് ട്രംപിനെ ഭാരതത്തിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈറ്റ് ഹൌസിൽ മോദി ട്രംപ് കൂടിക്കാഴ്ച. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ഉടൻ ഭാരതത്തിന് കൈമാറുമെന്ന് അമേരിക്ക. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഭാരതീയരെ തിരികെ കൊണ്ടുവരുമെന്ന് ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. നിയമവിരുദ്ധമായി ഭാരതീയർ അമേരിക്കയിൽ എത്തുന്നത് മനുഷ്യക്കടത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി. മനുഷ്യക്കടത്ത് തടയാൻ അമേരിക്കയുമായി സഹകരിക്കുമെന്നും നരേന്ദ്രമോദി. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 6 വയസ്സ്. വീരമൃത്യു വരിച്ച 40 CRPF ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം രാത്രി 7:30 വഡോദരയിലെ കൗട്ടംബി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭാരതത്തിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 142 കോടി ഭാരതീയർക്കായി ട്രംപിനെ ക്ഷണിക്കുന്നു. അമേരിക്കയും ഭാരതവുമായുള്ള ബന്ധം മികച്ച ലോക ക്രമം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. लोग तो 2020 की आपकी यात्रा को आज भी याद करते हैं और उम्मीद करते हैं कि राष्ट्रपति ट्रंप एक बार फिर उनके पास आएंगे. 140 करोड़ भारतवासियों की ओर से मैं आपको भारत आने के लिए आमंत्रित करता हूं. बहुत बहुत धन्यवाद. വ്യാപാരം ശക്തിപ്പെടുത്താൻ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ധാരണ. 2030 $50,000 കോടി വ്യാപാരമാണ് ലക്ഷ്യം. വ്യാപാര നിക്ഷേപ മേഖലയിൽ മിഷൻ 500 പദ്ധതിക്കും ട്രംപും മോദിയും തീരുമാനിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. വരുന്ന 7 മാസത്തിനുള്ളിൽ ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രി പറഞ്ഞു. വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന വ്യാപാര കരാർ സംബന്ധിച്ച ആദ്യഘട്ട ചർച്ച ഈ വർഷം അവസാനത്തോടെ നടത്താനും ധാരണയായി. ചരക്ക് സേവന മേഖലയിൽ ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തും. വിതരണ ശൃംഖല വിശാലമാക്കുന്നതിനും വിപണി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വഴിയൊരുക്കും. Both countries will take an integrated approach to strengthen bilateral trade across the goods and services sector. This will include themes such as increasing market access, reducing tariff and non-tariff barriers, and deepening supply chain integration between the two countries. There is also a renewed commitment to making greenfield investments in high-value industries in each other's countries, and you will see in the joint statement references to investments in excess of $7 billion made by Indian companies. തീരുവകൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും എണ്ണയും വാതകവും മുതൽ യുദ്ധവിമാനങ്ങൾ വരെ വാങ്ങുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി ചർച്ച നടത്തിയതായി മിശ്രി അറിയിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയിലേക്കുള്ള ഭാരതത്തിന്റെ കുതിപ്പിന് ആക്കം കൂട്ടുന്ന US ഇന്ത്യ കരാറിനും ഇരു നേതാക്കളും തുടക്കമിട്ടു. 4 മണിക്കൂർ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജ്ജം, സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മറ്റു വിഷയങ്ങളും ചർച്ചയായി. Two leaders jointly launched the US-India Compact for the 21st century. This compact stands for catalyzing opportunities in military partnership, accelerated commerce and technology. In the area of trade and investment, for instance, the leaders launched Mission 500, aiming to more than double total two-way trade to $500 billion by 2030. The two leaders also
announced plans to negotiate the first tranche of a mutually beneficial multi-sector bilateral trade agreement by the fall of 2025. ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. F-35 യുദ്ധവിമാനം കയറ്റുമതി ചെയ്യും. ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എണ്ണ, വാതക കയറ്റുമതിയും മെച്ചപ്പെടുത്തുമെന്ന് ട്രംപ് അറിയിച്ചു. യുഎസിന്റെ ആണവ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ വിപണിയിലെത്തിക്കും. ഇത് ദശലക്ഷക്കണക്കിന് പേർക്ക് സുരക്ഷിതമായ വൈദ്യുതി ലഭ്യമാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറാൻ ഉത്തരവിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഭാരതവും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഭീകരവാദ വിരുദ്ധ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറാനുള്ള നിർണായക തീരുമാനമാണ് ട്രംപ് പ്രധാനമന്ത്രിയെ അറിയിച്ചത്. ഇതു സംബന്ധിച്ച ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു. ഇരു നേതാക്കളും ചർച്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2008 Mumbai terrorist attack to face justice in India, so he's going to be going back to India to face justice. Well, I don't think India had a very good relationship with the Biden administration. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഭാരതവും അമേരിക്കയും ഒരുമിച്ച് പോരാടുമെന്നും ട്രംപ് അറിയിച്ചു. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള നീക്കത്തിന് ഭാരതം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നരേന്ദ്രമോദിയും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. भारत और अमेरिका दृढ़ता से साथ खड़े रहे हैं. हम सहमत हैं कि सीमा पार आतंकवाद के उन्मूलन के लिए ठोस कार्रवाई आवश्यक है. തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്കുള്ള കൃത്യമായ സന്ദേശമാണ് തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറാനുള്ള അമേരിക്കയുടെ തീരുമാനം. ആഗോള ഭീകരതയ്ക്കെതിരായ നിലപാടുകളിൽ ഭാരതം കൂടുതൽ ശക്തിയാർജിക്കുന്നു എന്നതിന് തെളിവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഭാരതീയരെ തിരികെ കൊണ്ടുവരുമെന്ന ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. നിയമവിരുദ്ധമായി ഭാരതീയർ അമേരിക്കയിൽ എത്തുന്നത് മനുഷ്യക്കടത്തിന്റെ ഭാഗമായാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മനുഷ്യക്കടത്ത് തടയുന്നതിന് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏത് രാജ്യത്തു നിന്നും അനധികൃതമായി കഴിയുന്ന ഭാരതീയരെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറെന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയുടെ കാര്യത്തിലും ആ നയം കൃത്യമാണ്. രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഭാരതീയരെ തിരിച്ച് നാട്ടിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് ഉറപ്പു നൽകി. तरीके से जो लोग दूसरे देशों में होते हैं उनको वहां रहने का कोई कानूनी अधिकार तो है नहीं. जहां तक भारत और अमेरिका का सवाल है, हमने हमेशा कहा है कि जो वेरीफाइड होगा, कि जो सच्चे अर्थ में भारत का ही नागरिक होगा, वो अगर अमेरिका में गैर कानूनी तरीके से रहता है तो उसको वापस लेने के लिए भारत तैयार है. लेकिन बात हमारे लिए वहां से रुकती नहीं है. മനുഷ്യക്കടത്ത് സംഘങ്ങളാണ് നിയമവിരുദ്ധമായി സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളെ അമേരിക്കയിൽ എത്തിക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായി എത്തുന്ന കുട്ടികളെ മനുഷ്യക്കടത്തുകാർ ചൂഷണം ചെയ്യുകയാണ്. सामान्य परिवारों के बच्चे होते हैं, उनको बड़े बड़े सपने दिखाए जाते हैं और उनको ज्यादातर ऐसे होते हैं, उनको गुमराह करके लाया जाता है. और इसलिए ये ह्यूमन ट्रैफिकिंग में जुड़े हुए पूरे इकोसिस्टम पर हमने वार करना चाहिए. और अमेरिका और भारत मिल करके हमारी कोशिश है और हमारी कोशिश रहनी. മനുഷ്യക്കടത്ത് പ്രതിരോധിക്കുന്നതിനെ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുന്ന ഭാരതീയരെ സംബന്ധിച്ചുള്ള നിലപാട് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇന്ത്യ US ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് പുതിയ സമവാക്യം അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മാഗ മിഗ മെഗ എന്ന സമവാക്യത്തെക്കുറിച്ച് മോദി പരാമർശിച്ചത്. ട്രംപിന്റെയും മോദിയുടെയും പ്രചാരണ മുദ്രാവാക്യങ്ങൾ കൂട്ടിച്ചേർത്തതോടെ ഉഭയകക്ഷി ബന്ധം പുത്തൻ തലത്തിലേക്കെത്തി. ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മാഗ പ്ലസ് മിഗ = മെഗ എന്ന സമവാക്യം മോദി അവതരിപ്പിച്ചത്. साथ मिलकर काम करते हैं यानी मागा मागा प्लस मीगा तब बन जाता है मेगा पार्टनरशिप फॉर प्रॉस्पेरिटी. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന അർത്ഥം വരുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് മഗ.
2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ഭാരതത്തിന്റെ പരിശ്രമത്തെ സൂചിപ്പിക്കുന്നതാണ് മിക. ട്രംപിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, അതാണ് മിക. അങ്ങനെ മാഗയും മികയും കൂട്ടിച്ചേർന്ന് മെഗാ ആകും. अमेरिका के लोग राष्ट्रपति ट्रंप के मोटो मेक अमेरिका ग्रेट अगेन यानी मागा से परिचित है. भारत के लोग भी विरासत और विकास की पटरी पर विकसित भारत 2047 के दृढ़ संकल्प को लेकर तेज गति शक्ति से विकास की ओर अग्रसर है. അഭിവൃദ്ധിയിലേക്കുള്ള മെഗാ പങ്കാളിത്തം എന്നാണ് മെഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യാപാര, സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖലകളിൽ വിപുലമായ സഹകരണം ഇന്ത്യയും അമേരിക്കയും ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാഗയും മികയും മെഗയുമൊക്കെ ഇനിയും സൂപ്പർ ഹിറ്റ് ആകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തി ശശി തരൂർ എം പി. മോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രോത്സാഹജനകമെന്ന് ശശി തരൂർ പറഞ്ഞു. അമേരിക്കയുമായുള്ള വ്യവസായ വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്താൻ ഉതകുന്ന ചർച്ചകൾ നിശ്ചയിച്ചതിലൂടെ ഇക്കാര്യത്തിൽ ആശങ്കകൾക്ക് പരിഹാരമായെന്നും തരൂർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ലോക്സഭാ അംഗവുമായ ശശി തരൂർ തന്നെ രംഗത്തെത്തിയത് പാർട്ടിയെ വെട്ടിലാക്കി. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളെ ഇകഴ്ത്തി കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കുന്നതിനിടയിലാണ് ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച പ്രോത്സാഹജനകമെന്ന് ശശി തരൂർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാവസായിക വാണിജ്യ ബന്ധം സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചകളിലൂടെ ബന്ധം മെച്ചപ്പെടുത്താൻ കാണിച്ച തീരുമാനം ശ്ലാഘനീയമാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. Well, so far I must say that what we've seen from the press statements by both the Prime Minister and by President Trump are very encouraging because it looks like some of the big concerns we all had have been addressed. For example, on the question of trade and tariffs, they've decided to sit down together and do a serious negotiation that will conclude by the fall, which is the autumn, September, October of this year. I think that's a very good outcome because otherwise the fear was there might be some hasty decisions made in Washington which would have affected our exports. This way there is time to discuss and negotiate. I welcome that. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ശോഭ കെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ പാടുപെടുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ശശി തരൂർ രംഗത്തെത്തിയത്. തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തിയത്. ജനം, ഡൽഹി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ട്രംപും മോദിയും. ഇരു നേതാക്കളും ബംഗ്ലാദേശിലെ സ്ഥിതി വിലയിരുത്തി. അയൽരാജ്യങ്ങൾ ആദ്യമെന്ന ഇന്ത്യയുടെ നയത്തോട് അമേരിക്ക യോജിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ബംഗ്ലാദേശ് വിഷയത്തിൽ പരിഹാരം കാണാൻ മോദിക്ക് കഴിയുമെന്നും അക്കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് വിടുന്നതായും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഹിന്ദു സമൂഹം വലിയ തോതിൽ ബംഗ്ലാദേശിൽ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളും വിഷയം ചർച്ച ചെയ്തത്. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ക്രിയാത്മകവും സുസ്ഥിരവുമായ രീതിയിൽ നയതന്ത്ര ബന്ധം തുടരാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നിരുന്നാലും നിലവിലെ ആശങ്കകളെക്കുറിച്ച് പ്രധാനമന്ത്രി ചർച്ച ചെയ്തതായി വിക്രം മിശ്രി കൂട്ടിച്ചേർത്തു. On what we make of the statement on Bangladesh, just to share with you that this was a subject that was discussed between the two leaders, and the Prime Minister shared his views and indeed his concerns with regard to recent developments in Bangladesh and how India sees the situation. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ബംഗ്ലാദേശിലെ US സർക്കാരും ഗൗരവത്തോടെയാണ് വീക്ഷിച്ചത്. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം US സാമ്പത്തിക സഹായം നിർത്തിവെച്ച വിദേശ രാജ്യങ്ങളിൽ ബംഗ്ലാദേശും ഉൾപ്പെട്ടിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാർ നിലം പതിച്ചതോടെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അക്രമം വ്യാപകമായത്. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അക്രമികൾക്ക് ഒത്താശ ചെയ്യുന്ന US സർക്കാരിന്റെ നിലപാട് നേരത്തെ മുതൽ പ്രതിഷേധം ശക്തമാണ്. ഇതിനിടയിലാണ് ഇന്ത്യയും അമേരിക്കയും വിഷയം ചർച്ച ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 6 ആണ്ട്. 40 CRPF ജവാന്മാരാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചത്. വീരബലിദാനികൾക്ക് ടീം ജനത്തിന്റെ പ്രണാമം. 2019 ഫെബ്രുവരി 14 താഴ്വരയിലെ പലയിടങ്ങളിൽ ഡ്യൂട്ടി പൂർത്തിയാക്കിയ CRPF ജവാന്മാരെ ശ്രീനഗറിലെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന വാഹനവ്യൂഹം ദേശീയപാതയിലൂടെ കടന്നുവരവെ അവന്തിപ്പോര മേഖലയിലെത്തിയപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ജവാന്മാരുടെ വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ ഇടിച്ചു കയറ്റിയത്.
ഓരോ ദേശസ്നേഹിയുടെയും നെഞ്ചിൽ മായാത്ത മുറിവായി ആ 40 ജവാന്മാരുടെ വീരമൃത്യു. പിറന്നാടിനു വേണ്ടി ജീവൻ ഹോമിച്ച ആ ജവാന്മാരുടെ വീരബലിദാനം ശത്രുവിന്റെ ഉന്മൂലനത്തിനുള്ള ഊർജമായി മാറി. കൃത്യം 12 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 26 അർദ്ധരാത്രി ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖ മറികടന്ന പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഭസ്മമാക്കി. 1971 ശേഷം നിയന്ത്രണ രേഖ മറികടന്ന ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും ശക്തമായ പ്രത്യാക്രമണം കൂടിയായിരുന്നു ബലാക്കോട്ടിലേത്. ശത്രുരാജ്യത്തിന്റെ സംരക്ഷണയിൽ മറയിരുന്ന് ഭാരതമാതാവിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന 300-ലധികം കൊടും ഭീകരരെയാണ് ഒറ്റ രാത്രി കൊണ്ട് വ്യോമസേന കാലപുരിക്കയച്ചത്. ഭാരതത്തിന്റെ പ്രതിരോധ ശക്തിയിൽ ഒരു നാഴികക്കല്ലായി അത് മാറി. ഇത് പുതിയ ഭാരതമാണെന്ന് ലോകത്തിന് മുഴുവൻ നൽകിയ സന്ദേശം കൂടിയായി മാറി ബലാക്കോട്ടിലെ തിരിച്ചടി. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് രംഗത്തെത്തി. തെളിവിനായി മനുഷ്യബോംബായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന ഭീകരന്റെ വീഡിയോയും പുറത്തുവിട്ടു. എന്നാൽ തങ്ങളുടെ പ്രിയ കൂടപ്പിറപ്പുകളുടെ ജീവത്യാഗത്തിന് എണ്ണം പറഞ്ഞ മറുപടി ഭാരത സൈന്യവും നൽകി. പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കാളിയായ എല്ലാ ഭീകരരെയും സൈന്യം വധിച്ചു. മുഖ്യ സൂത്രധാരൻ മസൂദ് അസറും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പിറന്ന നാടിനായി ജീവൻ നൽകിയ ഭാരതമാതാവിന്റെ വീരപുത്രന്മാർക്ക്, ധീര സൈനികർക്ക് ടീം ജനത്തിന്റെ പ്രണാമം. നാഷണൽ ഡെസ്ക്, ജനം. ബംഗളൂരുവിൽ നടക്കുന്ന എയ്റോ ഇന്ത്യൻ പരിശീലന വിമാന പറത്തി MP തേജസ്വി സൂര്യ. പരിശീലന വിമാനമായ HTT-40 ആണ് തേജസ്വി പറത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത നേടിയെന്നും അതിന്റെ തെളിവാണ് എയ്റോ ഇന്ത്യയെന്നും MP പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോയ്ക്ക് ഇന്ന് സമാപനമായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമാണ് എയ്റോ ഇന്ത്യ. സൂര്യകിരൺ എയ്റോബാറ്റിക് ടീമിന്റെ BAE ഹാവ്ക് MK-132, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് മാർക്ക് 1A, സുഖോയി Su-30 MKI എന്നിവയാണ് മെഗാ ഇവന്റിന്റെ ആദ്യ ദിനമായി ഇന്ന് ആകാശത്ത് വിസ്മയം തീർത്തത്. ത്രിവർണ്ണമണിഞ്ഞാണ് BAE ഹാവ്ക് കുതിച്ചത്. പിന്നാലെ 57,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന സുഖോയി വിമാനവും കരുത്തറിയിച്ചു. മറ്റൊരു കുംഭമേള ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ഷോ ഉദ്ഘാടനം ചെയ്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത്. പ്രയാഗ്രാജിലെ കുംഭമേള ഭാരതത്തിന്റെ സംസ്കാരം പ്രദർശിപ്പിക്കുമ്പോൾ മറ്റൊന്ന് ഭാരതത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. इस समय भारत में महाकुंभ चल रहा है. देश दुनिया से कई सारे लोग तीर्थराज प्रयाग में आस्था की डुबकी लगा रहे हैं. मुझे भी महाकुंभ के दौरान संगम में डुबकी लगाने का सौभाग्य प्राप्त हुआ है. मैं समझता हूं कि एरो इंडिया के रूप में आज से भारत में एक और महाकुंभ का प्रारंभ हो रहा है. जहां एक तरफ प्रयागराज का महाकुंभ आत्मसंधान का कुंभ है, तो वहीं दूसरी तरफ एरो इंडिया का यह महाकुंभ अनुसंधान का कुंभ है. 400 കിലോമീറ്റർ വരെ ആക്രമണശേഷിയുള്ള ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും പ്രദർശിപ്പിച്ചു. പ്രോജക്ട് കുഷയുടെ ഭാഗമായാണ് മിസൈൽ വികസിപ്പിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങളായ സോളാർ ഇൻഡസ്ട്രീസും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് DRDOയാണ് മിസൈൽ വികസിപ്പിച്ചത്. ഫെബ്രുവരി 15 വരെയാണ് വ്യോമസേനയുടെ പുത്തൻ ആയുധ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും പ്രദർശിപ്പിക്കുന്ന എയർ ഷോ നടക്കുക. ന്യൂസ് ഡെസ്ക്, ജനം. US ചിത്രീകരണം പൂർത്തീകരിച്ച അജിത ഹരെ കഥകളി പദം മലയാളി സമൂഹത്തിനിടയിൽ ശ്രദ്ധേയമാകുന്നു. കൊളംബസിലാണ് ചിത്രീകരണം നടന്നത്. അമേരിക്കയിൽ മലയാളി സംഘടനയായ കോമയുടെ ആദ്യ അധ്യക്ഷൻ പ്രദീപ് രാമചന്ദ്രൻ അജിത ഹരയുടെ റിലീസ് നിർവഹിച്ചു. ഹൈന്ദവ സംഘടനയായ മന്ത്രയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ VK അരവിന്ദാണ് അജിത ഹരയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. പല
കുംഭമേള വൈറൽ താരം മൊണാലിസ കേരളത്തിൽ. ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡയമണ്ട് കളക്ഷന്റെ ഉദ്ഘാടനത്തിനായാണ് മൊണാലിസ കേരളത്തിലെത്തിയത്. വാലന്റൈൻസ് ഡേ സമ്മാനമായി സ്വർണ്ണമാല നൽകിയാണ് ബോച്ചെ പെൺകുട്ടിയെ സ്വീകരിച്ചത്. മൊണാലിസ ഡയമണ്ട് കളക്ഷൻസിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് ജ്വല്ലറിയിൽ ഒരുക്കിയത്. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് വാലന്റൈൻസ് ഡേ ദിനത്തോടനുബന്ധിച്ചൊരുക്കിയ പുതിയ ഡയമണ്ട് കളക്ഷന്റെ ഉദ്ഘാടനം വൈറൽ താരം മൊണാലിസ നിർവഹിച്ചു. വാലന്റൈൻസ് ദിന സമ്മാനമായി ബോച്ചെ സ്വർണ്ണമാല മൊണാലിസയുടെ കഴുത്തിൽ അണിയിച്ചു. 10,000 രൂപ വില വരുന്ന മാലയാണ് കഴുത്തിൽ അണിയിച്ചതെന്നും ഏതൊരു സാധാരണക്കാരനും ചെമ്മണ്ണൂർ ജ്വല്ലറിൽ എത്തിയാൽ ഈ മാല വാങ്ങാമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. നന്ദി പറയാണ് നമ്മുടെ ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ്. ഞാൻ ജയിലിൽ പോയപ്പോൾ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു. നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു. പതിവിന് വിപരീതമായി ബിസിനസ് കൂടി. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച വൻ ഡയമണ്ട് കളക്ഷനാണ് ജ്വല്ലറിയിൽ ഒരുക്കിയത്. കേരളത്തിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നും മൊണാലിസ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാടിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ജ്വല്ലറിയിൽ എത്തിയത്. ഡയമണ്ട് ശേഖരത്തിന്റെ വൻ കളക്ഷനാണ് ജ്വല്ലറിയിലുള്ളതെന്നും വാങ്ങാനെത്തിയവരും പറഞ്ഞു. പ്രണയദിനത്തിൽ മൊണാലിസ കേരളത്തിലെത്തുമെന്ന് ബോച്ചെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ജനം, കോഴിക്കോട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ കൗട്ടംബി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ഉദ്ഘാടന മത്സരം നടക്കും. വനിതാ IPLന്റെ 3ാം പതിപ്പാണിത്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. 5 ടീമുകളാണ് ലീഗിൽ ഏറ്റുമുട്ടുക. വഡോദര കൂടാതെ ബംഗളൂരു, ലക്നൌ, മുംബൈ എന്നിവിടങ്ങളിലും മത്സരങ്ങൾ നടക്കും. 3 മലയാളി താരങ്ങൾ ലീഗിൽ കളിക്കുന്നുണ്ട്. സജന സജീവൻ മുംബൈ ഇന്ത്യൻസിന്റെയും മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസിന്റെയും ജോഷിത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെയും ഭാഗമാണ്. 3 പേരും വയനാട് സ്വദേശികളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.